ക്രൈസ്തവ വിശ്വാസപ്രകാരം കാനായിലെ കല്യാണത്തിലാണ് യേശുക്രിസ്തു ആദ്യത്തെ ദിവ്യാത്ഭുതം കാണിക്കുന്നത്. വെള്ളം വീഞ്ഞാക്കി മാറ്റിയ കാനായിലെ വിരുന്നു പോലെ വിഭവസമൃദ്ധമായിരുന്നു അബുദാബിയിൽ ഒരു ക്രിസ്മസ് വിരുന്ന്. കോട്ടയം ചുരുട്ട് സേമിയ പായസം മുതൽ വട്ടയപ്പവും താറാവ് സ്റ്റൂവും വീഞ്ഞും അടങ്ങിയതായിരുന്നു സദ്യ. കാനായിലെ അത്ഭുത വിരുന്നിനെ കുറിച്ച് വിശ്വാസികളോട് പറയേണ്ടതില്ല. വായിച്ചറിഞ്ഞ വിരുന്നിന്റെ സവിശേഷതകളെല്ലാം ചേർത്തുള്ളതായിരുന്നു അബുദാബി NH47 റെസ്റ്റോറന്റിലെ ക്രിസ്മസ് സദ്യ. കഴിഞ്ഞ വർഷങ്ങളെ പോലെ തന്നെ NH47 ഇത്തവണയും വൈവിധ്യമാർന്ന ഫുഡുകൾ വിളമ്പിയാണ് ഭക്ഷണപ്രേമികളെ സ്വാഗതം ചെയ്യുന്നത്. ഈ വർഷം നമ്മൾ ഇട്ടേക്കുന്നത് കാനാവിലെ വിരുന്ന് എന്ന് പറയുന്നതാണ് സദ്യയുടെ പേര്. നമുക്കറിയാം, യേശു ബൈബിളിനെ കുറിച്ച് അറിയാവുന്നവർക്കും അല്ലാത്തവർക്കും ഒക്കെ അറിയാവുന്നതാണ് യേശുവിൻ്റെ ഒരു അത്ഭുത പ്രവൃത്തി. ഇത്തവണ ഫുഡിന്റെ ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് NH47. പ്ലം കേക്കും മുന്തിരിച്ചാറും നൽകിയാണ് അതിഥികളെ സ്വീകരിച്ചത്. പ്രാതലിനാണെങ്കിൽ പിടിയും കോഴിയും പാലപ്പവും താറാവും അപ്പാസും വെള്ളപ്പവും ബീഫും ഇങ്ങനെ വിഭവങ്ങൾ നിരവധി. കോട്ടയം ചുരുട്ട് സേമിയ പായസം, ബീഫ് കൂർക്ക പെരട്ട്, മീൻ വറ്റിച്ചത്, വട്ടയപ്പവും താറാവ് സ്റ്റ്യൂവും കാനായിലെ വീഞ്ഞും തുടങ്ങി 25ഓളം വിഭവങ്ങളാണ് ക്രിസ്മസിന് വിളമ്പിയത്. രുചി വൈവിധ്യം തേടി ക്രിസ്മസ് ദിനത്തിൽ നിരവധി പേർ ഇവിടെ എത്തി. താറാവ് കറി വളരെ അപൂർവമാണ് ഞങ്ങൾ കഴിക്കണത്. പക്ഷെ ഇന്ന് നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അതിന്റെ കോമ്പിനേഷൻ ആയിട്ട് വൈനും കേക്കും എല്ലാം കൂടി കഴിയുമ്പോൾ ശരിക്കും നമ്മൾ വീട്ടിൽ ക്രിസ്മസിന്റെ സദ്യ എങ്ങനെയാ കഴിക്കുക അതേപോലെ തന്നെയുള്ള ഫീൽ ഉണ്ടായി. തിരക്കും പുതുവർഷവും പരിഗണിച്ച് ജനുവരി 4 വരെ ഇവിടെ നിന്നും ക്രിസ്മസ് വിഭവങ്ങൾ ആസ്വദിക്കാം. അങ്ങനെ വൈവിധ്യമാർന്ന ഫുഡുകൾ വിളമ്പിയാണ് ഈ കാനായിലെ വിരുന്ന്, അതായത് ഉച്ചക്കത്തെ ഭക്ഷണം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ രാവിലെയും രാത്രിയിലും വൈവിധ്യമാർന്ന ഒട്ടനവധി ഭക്ഷണങ്ങൾ വിളമ്പുന്നുണ്ട്. ഇത് ഏകദേശം 10 ദിവസം നീണ്ടു നിൽക്കും. ഈ കഴിഞ്ഞ, അതായത് ഇന്നലെ 24-ാം തീയതി തുടങ്ങിയ ഈ ഭക്ഷണ പെരുമഴ ജാനുവരി 4 വരെ നീണ്ടിരിക്കും. മാതൃഭൂമി ന്യൂസ്, അബുദാബി.